ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മുടെ 1 ഇയർ ഹെയർ കെയർ ചലഞ്ചിൻ്റെ 21ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്നൊരു ഹെയർ പാക്കോ അല്ലെങ്കിൽ ഒരു ഹെയർ മാസ്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് ഒരു ഹെയർ ടോണിക് എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലൊരു സംഭവമാണ്. അപ്പം എന്താണെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നൊക്കെ നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് വരാം. ഇന്ന് നമ്മുടെ പെപ്പർമിൻറ്റ് ഓയിലാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സോറി പറയാണ് ഗായ്സ്, ഞാനെടുത്ത വീഡിയോ എനിക്ക് മിസ്സായിപ്പോയി. നേരത്തെ ഞാൻ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തിട്ടായിരുന്നു, പക്ഷേ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തപ്പം ആ ഒരു വീഡിയോയും കൂടി മിസ്സായിപ്പോയി. അപ്പോൾ മറ്റൊന്നുമല്ല, നമ്മൾ ആദ്യം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പുതിനയിലയാണ്. അപ്പോൾ പുതിനയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് തോരാനായിട്ട് വയ്ക്കുക. എന്നിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഇതുപോലൊരു ഇടികല്ലിൽ നമ്മുടെ പുതിനയില ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഇതുപോലെ ഒരു കുപ്പിയിലേക്ക് ആക്കുക. കുറച്ച് വീതിയുള്ളൊരു കുപ്പിയിലേക്ക് വെക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ വെളിച്ചെണ്ണ, ഞാൻ പാരച്ചൂട്ടിൻ്റെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ആ ഒരു ചതച്ച് വെച്ച പുതിനയിലയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം കേട്ടോ. ഇത് പെപ്പർമിൻറ്റ് ഓയിൽ എന്നാണ് പറയുന്നത്. ഇത് ഡെയിലി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് കൂട്ടാൻ സഹായിക്കും ഇത്. എന്നിട്ട് ഒരു 48 മണിക്കൂർ ഒരു ഇരുണ്ട സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. ലൈറ്റൊന്നും അടിക്കാത്ത ഒരു ഇരുണ്ട സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോയിൽ കാണിച്ചതുപോലെയാണ് നമ്മുടെ പെപ്പർമിൻറ്റ് ഓയിലിൻ്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. നിൽക്കാനായിട്ട് വയ്യ ഗൈസ്, അതാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പെപ്പർമിൻറ്റ് അല്ലെങ്കിൽ പുതിനയില എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് ബൂസ്റ്റൻ ചെയ്യുന്ന ഒരു സാധനമാണ്. നന്നായിട്ട് മുടി വളർത്താൻ മാത്രമല്ല, മുടി ആ ഒരു ഹെൽത്തി കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാനായാലും ഉള്ള മുടി അതുപോലെ തന്നെ കാലങ്ങളോളം നിലനിർത്താനും സഹായിക്കുന്ന ഒന്നാണ്. നമ്മുടെ മിൻറ്റ് ലീഫിൽ അല്ലെങ്കിൽ പുതിനയിലയിൽ അടങ്ങിയിട്ടുള്ളത് കരോട്ടിനാണ്. ഒരുപാട് കരോട്ടിൻ അടങ്ങിയിട്ടുണ്ട് അതിനകത്ത്. ഹൈ റിച്ച് ഇൻ കരോട്ടിനാണ്. നമുക്ക് ഈ കരോട്ടിനെ പറ്റി അറിയാമല്ലോ, നമ്മുടെ മുടി വളരാനായിട്ടുള്ള പ്രോട്ടീനാണ്, അല്ലെങ്കിൽ മുടിയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. നമ്മുടെ ഹെയർ ഗ്രോത്തിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യും. മുടിയുടെ ആ ഒരു നാച്ചുറൽ കണ്ടീഷനെ അല്ലെങ്കിൽ ഒരു ഹെൽത്തി കണ്ടീഷനെ അത് മെയിൻറ്റെയിൻ ചെയ്യും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ മിൻറ്റ് ലീവ്സിനും അതേ ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. അത് നമ്മൾ ബോയിൽ ചെയ്യേണ്ട കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പം നമ്മൾ പ്രിപ്പയർ ചെയ്ത ഓയിൽ ഒരു 48 മണിക്കൂർ നമ്മളൊരു ഡാർക്ക് ഏരിയയിൽ വെക്കണം. വെട്ടമൊന്നും അടിക്കാൻ പാടില്ല. ഒരു ഇരുണ്ടൊരിടത്ത് വെക്കുക. നമ്മുടെ ഷെൽഫിലോ വേണമെങ്കിൽ അങ്ങനെയൊക്കെ വെക്കാം. അതുപോലെ തന്നെ നോർമൽ ടെമ്പറേച്ചറുള്ള ഏരിയയിൽ വെക്കുക. തണുപ്പും ചൂടും കൂടിയ ഏരിയയിലൊന്നും വെക്കാതിരിക്കും. നോർമലായിട്ടുള്ള ടെമ്പറേച്ചറിൽ വെക്കാം. അപ്പം അങ്ങനെ ഞാൻ പ്രിപ്പയർ ചെയ്തെടുത്ത നമ്മുടെ പെപ്പർമിൻറ്റ് ഓയിലാണിത്. അപ്പോൾ ഇത് ഞാൻ 48 മണിക്കൂർ കഴിഞ്ഞ് എടുത്തിട്ട്, 48 കൂടുതൽ പോയിട്ടോ. അത് ഇന്ന് 3ാമത്തെ ദിവസമാണ്. അപ്പോൾ 2 ദിവസം വെച്ചു. ഇന്ന് രാവിലെയാണ് ഞാനിത് എടുക്കുന്നത്. അപ്പം സത്യത്തിൽ ഇത് എങ്ങനെ എപ്പോഴും അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാത്രി നിങ്ങൾ അപ്ലൈ ചെയ്യുക. രാത്രി ഒരുപാട് ഓയിലായിട്ടൊന്നും എടുക്കണ്ട. ഞാനത് കാണിച്ചു തരാം എങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന്. ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത റോസ്മേരി വാട്ടർ രണ്ടും തിരിഞ്ഞു പോകട്ടെ. റോസ്മേരി വാട്ടർ നമ്മുടെ ഹെയറിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു അതായത് കിടക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഈ ഓയിൽ അപ്ലൈ ചെയ്യുക, ഒന്ന് മസാജ് ചെയ്യുക. റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്യുക, ഒന്ന് മസാജ് ചെയ്യുക. ഇൻവേർഷൻ മെത്തേഡ് ചെയ്താൽ അത്രയും നല്ലത്. ഓവറായിട്ട് മസാജ് ചെയ്യേണ്ട കാര്യമില്ല. ഇൻവേർഷൻ മെത്തേഡിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. ഞാൻ ഓയിൽ ചെയ്യുന്ന ഇതൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു രീതിക്ക് അങ്ങ് ഓയിൽ ചെയ്യേണ്ട. ജസ്റ്റ് ഒന്ന് ഓയിൽ ചെയ്താൽ മതി. ഒരു ടോണിക്ക് അപ്ലൈ ചെയ്യുന്ന പോലെയൊക്കെ, ഒരു ഗുളികയ്ക്ക് കൊടുക്കുന്ന പോലെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ അത് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പം വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഹെയർ ആദ്യം 2 സൈഡ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിടുക. പാർട്ടീഷൻ ചെയ്തിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഞാൻ വീഡിയോസ് എടുക്കുന്നത് കൊണ്ടാണ് ഞാൻ സ്ഥിരം ഈ ഒരു രീതിയിൽ എടുക്കുന്നത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ടൈമിലൊക്കെ ഇങ്ങനെ ഇട്ടാൽ മതി. പക്ഷേ നിങ്ങൾ ഡെയിലി ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ ഇങ്ങനെ ഒരു രീതി തന്നെ ഒന്നും എടുക്കാതിരിക്കുക. അതായത് എപ്പോഴും നമ്മളിങ്ങനെ പൊക്കി കെട്ടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് നല്ലത്. കാര്യം ഇപ്പോൾ അവരെടുക്കുന്ന ടൈമിൽ ഈ ഒരു ഏരിയ മാത്രം നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഈ ഒരു ഏരിയയിൽ മാത്രം അറ്റ്മോസ്ഫിയറിൽ ഡയറക്റ്റൊക്കെ വന്നിട്ട് മുടി ഇവിടുത്തെ മാത്രം പൊഴിയാനായിട്ട് ചാൻസ് ഉണ്ട്. എത്ര ഹെയർ കെയർ ചെയ്യുന്നവരായാലും അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കുറേ ആൾക്കാരുടെ ഈ ഒരു ഭാഗത്ത് നല്ല ബാൾഡ്നെസ് ആയിട്ട് അവിടെ മുടിയൊന്നും ഇല്ലാതെ നമുക്ക് തോന്നുന്നത്. അപ്പം എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ എനിക്ക് നല്ല മാറ്റമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കി അറിയാൻ പറ്റും. എനിക്ക് നല്ല മാറ്റമുണ്ട്. എനിക്ക് തോന്നുന്നത് റോസ്മേരി വാട്ടർ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ രാവിലെയും രാത്രിയും യൂസ് ചെയ്യാറുണ്ട്. എണീറ്റ് ഉടനെ തേക്കാറുണ്ട്. അതുപോലെ കിടക്കുന്നതിന് മുമ്പായിട്ടും തേക്കാറുണ്ട്. കിടക്കുന്നതിന് മുമ്പ് ബിഗ് ബോസിൽ കണ്ടിട്ടാണ് തേച്ചിട്ടൊക്കെയാണ് ഗൈസ്. ഓക്കെ, അപ്പം ഞാനിത് നമ്മുടെ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് തരാം, കാണിച്ചു തരാം. അപ്പോൾ 2 സൈഡ് പാർട്ടീഷൻ ചെയ്തിട്ടു. പിന്നെ മുടിയിൽ ചെടയൊന്നുമില്ല. കാര്യം രാവിലെ ഞാൻ റോസ്മേരി വാട്ടർ അപ്ലൈ ചെയ്ത സമയത്തൊക്കെ ചെടിയെടുക്കും. എങ്കിലും എൻ്റെ മുടി ഇതാ പൊഴിയുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ 2-3 മുടി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം കുറച്ച് നോർമലാണ് ഇതൊക്കെ. ഇത്രയൊക്കെ മുടിയൊക്കെ പൊഴിയാം. നോർമലാണ് ഇതൊക്കെ. ഓക്കെ,
നമുക്ക് ജസ്റ്റ് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കാം. പറഞ്ഞ പോലെ താഴെ മുകളിലേക്ക് മാത്രം കോംബ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഞാനീ പറയുന്ന വോയിസ് നിങ്ങൾക്ക് ക്ലിയർ അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ വോയിസിലൂടെ റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ക്ലിയർ ആണോ അല്ലയോ എന്നറിയില്ല. ഞാനിതൊരു ഓൺ വോയിസ് ഇടാമെന്ന് വെച്ചു, അങ്ങനെ ചെയ്യാണ്. അപ്പോൾ കുഴപ്പമില്ല, ഹെയർ ഫോളൊക്കെ ഓക്കെയാണ്, കുഴപ്പമില്ല. ഇനി ജസ്റ്റ് ഒന്ന് ഓക്കെ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പെപ്പർമിൻറ്റ് ഓയിൽ എടുക്കുക. ഞാനിപ്പോൾ ഇതൊരു, അതായത് ഇത് ആദ്യത്തെ പരീക്ഷണമായിരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ എടുത്തതേ ഉള്ളൂ. ഇതിനൊരു വല്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. എന്നുവെച്ചാൽ ചിലർക്കൊക്കെ ഇഷ്ടപ്പെടും, ചിലർക്കൊന്നും ഇഷ്ടപ്പെടില്ലായിരിക്കും. അതുകൊണ്ട് ഒരു ശകലം എടുത്തുള്ളൂ, ഇത് മാത്രം എടുക്കാം കേട്ടോ, തോനെയൊന്നും എടുക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ചലഞ്ചായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തോനെ എടുക്കാം, കുഴപ്പമില്ല. ഇതിപ്പോൾ ഞാൻ ചലഞ്ചായിട്ട് ചെയ്യില്ല. ഇന്നിപ്പോൾ ഞാൻ രാവിലെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇന്ന് രാവിലെ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അത് ഞാനിന്ന് രാത്രി അപ്ലൈ ചെയ്യില്ല. പക്ഷേ നിങ്ങൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, കാര്യം നിങ്ങളിത് പ്രിപ്പയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇന്ന് പ്രിപ്പയർ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇന്ന് എന്താ പറയുക, നമ്മുടെ റോസ്മേരി വാട്ടർ മാത്രം ഇന്ന് ഹെയറിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ചെയ്ത ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് നോക്കിക്കോളും. മറ്റേ ഈരും പേരും ഒക്കെ പോകുന്ന ഒരു ഹെയർ പാക്കാണല്ലോ, തുളസിയിലൊക്കെ വെച്ചിട്ട് ചെമ്പരത്തി പൂവൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു ചെമ്പരത്തി താളിയോ എന്തെങ്കിലും സംതിങ് നിങ്ങൾ അപ്ലൈ ചെയ്താലും മതി. ഇത് നമുക്ക് മുടിയുടെ ലെന്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം എന്നില്ല കേട്ടോ, സ്കാൽപ്പിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വോയിസിൻ്റെ ഡിസ്റ്റർബൻസ് എന്തെങ്കിലും ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. എനിക്ക് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ തോന്നുമ്പോൾ ഭയങ്കര ഹാർഷായിട്ട് ആകുന്നതെന്നല്ല, ഞാൻ സ്മൂത്തായിട്ടാണ് ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ സ്മൂത്തായിട്ടാണ് ആക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു ശകലം മാത്രമേ അപ്ലൈ ചെയ്തിട്ട് കൊടുത്തിട്ടുള്ളൂ. സോ നിങ്ങൾക്ക് ഇന്ന് ഞാൻ രാത്രി ഇടുന്നില്ലല്ലോ, അതുകൊണ്ട് ഒരു ഇച്ചിരി കൂടി ഞാൻ എടുക്കാം, ഒരു ശകലം കൂടി. കുറേശ്ശെ എടുക്കാൻ മതി കേട്ടോ. നമുക്ക് ഡെയിലി നമുക്കൊരു കുറച്ച് മാത്രമേ പ്രിപ്പയർ ചെയ്യുമ്പോഴും നിങ്ങൾ കുറച്ച് മാത്രമേ പ്രിപ്പയർ ചെയ്യാവൂ. കാര്യം ഒരുപാട് നാൾ ഇരിക്കുമല്ലോ ഒന്നും എനിക്കറിയില്ല. സോ ഞാനത് ഇന്നാണ് ഫസ്റ്റ് ടൈമാണിത് എടുക്കുന്നത്. പക്ഷേ ഇത് നല്ല റിസൾട്ടാണ് കേട്ടോ. അത് ഞാൻ 100% ഗ്യാരണ്ടിയാണ്. ബിക്കോസ് അവർ മിൻറ്റിൻ്റെ ഹെയർ പാക്ക് യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ ഹെയറിന് വന്നൊരു മാറ്റം ഞാൻ പറഞ്ഞില്ല, നല്ല ഹെൽത്തി ലുക്ക് കിട്ടി ഒറ്റൊരു ദിവസം കൊണ്ട് തന്നെ. പക്ഷെ എനിക്ക് റിസൾട്ടൊന്നും അപ്ലോഡ് ചെയ്യാനായിട്ട് ഉള്ള ടൈം കിട്ടിയില്ല. കാര്യം പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കാൻ ആരുമില്ല. ഇതിപ്പോൾ ട്രൈപോഡിലാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പക്ഷേ എൻ്റെ ഫോണിന് നല്ല വെയിറ്റ് ഉള്ളതുകൊണ്ട് ട്രൈപോഡിൽ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിട്ട് ഇരിക്കുന്നില്ല. കാര്യം ഇതൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ച് വെച്ചേക്കുള്ളൂ. അതെല്ലാം റിസൾട്ട് കാണിച്ചു തരാനായിട്ട് ടൈം കിട്ടിയില്ല. അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തിടാൻ നോക്കിയേനെ. ഓക്കെ, ഇനി നമുക്ക് ഇൻവേർഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ഓക്കെ, നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞ പോലെ ഡാർക്ക് ഇപ്പോൾ വെട്ടം അടിക്കാത്തൊരു ഏരിയയിൽ വെക്കാത്ത. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടി വയ്ക്കാം. പിന്നെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മുടെ റോസ്ബെറി വാട്ടർ അപ്ലൈ ചെയ്തൊന്ന് മസാജ് ചെയ്യുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ല നല്ല ടിപ്സുമായിട്ട് വീണ്ടും കാണാം. അതുവരെ വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിലും ഞാൻ പറയുന്ന ടിപ്സുകളും കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാം. എൻ്റെ ചാനൽ ലിങ്ക് ഞാൻ താഴെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.